ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാത്സ് ബയോളജി ടിപ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ് 2-3 ക്ലാസ്സുകളിലായിട്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, അതേപോലെ തന്നെ ആറ്റത്തിലെ മറ്റ് കണികകളായിട്ടുള്ള ന്യൂട്രിനോകൾ, ആൻറ്റി ന്യൂട്രിനോ, അതേപോലെ പോസിട്രോൺ, ആൻറ്റി ന്യൂട്രോൺ, ഇങ്ങനെയുള്ള കുറേ കണികകളുണ്ട്. ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അഥവാ തിരിച്ചറിയൽ കാർഡ് എന്നും ഫിംഗർ പ്രിൻ്റ് എന്നും അറിയപ്പെടുന്ന കണം കൂടിയാണ് പ്രോട്ടോൺ. എന്തൊക്കെയാണ് പ്രോട്ടോണിൻ്റെ വിശേഷണങ്ങൾ? ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അഥവാ തിരിച്ചറിയൽ കാർഡ്, ഫിംഗർ പ്രിൻ്റ്. ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രം, സെൻറ്റർ ഉണ്ട് എന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് 1911 ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ. എന്നാൽ ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട് എന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് 1911. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. എന്താണ് കണ്ടെത്തിയത്? പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ആധികാരികമായി തെളിയിച്ചു. അതേപോലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണ് എന്ന് കണ്ടെത്തിയത് റൂദർഫോർഡ് 1920 പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് തെളിയിച്ചതും റൂദർഫോർഡാണ്. അതേപോലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണം പ്രോട്ടോൺ ആണ് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? റൂദർഫോർഡ്. പക്ഷേ ഏത് വർഷം? 1920. എന്നാൽ ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രമുണ്ട് എന്ന് ശാസ്ത്രലോകം 1911 തന്നെ അംഗീകരിച്ചിരുന്നു. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജില്ലാത്ത ഒരു കണമുണ്ട്, അതാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം എന്നറിയപ്പെടുന്നതും ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. എന്നാൽ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരായിരുന്നു? അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ഈ ന്യൂട്രോണിനെ ജെയിംസ് ചാഡ്വിക് കണ്ടെത്തുന്നത് 1932 1932 ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ട് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. 1911 എന്തായിരുന്നു കണ്ടെത്തിയത്? നമ്മുടെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജോട് കൂടിയ ഒരു കേന്ദ്രഭാഗം ഉണ്ട് എന്ന് ശാസ്ത്രലോകം അക്സെപ്റ്റ് ചെയ്യുന്നു. 1920 എന്ന് പറയുന്ന വർഷം ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തുകയാണ് പോസിറ്റീവ് ചാർജിന് കാരണമായ കണം പ്രോട്ടോൺ ആണ് എന്ന്. അത് കഴിഞ്ഞ് 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണിനെ കണ്ടെത്തുന്നു. ആറ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ ന്യൂക്ലിയസ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പിന്നീട് അവ സഞ്ചരിക്കുന്ന പാതയായിട്ടുള്ള ഓർബിറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ആറ്റത്തിൽ മറ്റു ചില കണികകളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മമായിട്ടുള്ള മൈക്രോ ആയിട്ടുള്ള കണികകളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ മുതലായവ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകളിൽ തന്നെ പോസിട്രോൺ എന്ന് പറയുന്നൊരു കണത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇലക്ട്രോൺ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണല്ലേ. എന്നാൽ പോസിറ്റീവ് ചാർജോടുകൂടിയ ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. ശ്രദ്ധിച്ച്, എന്താണ് പോസിട്രോൺ? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെയാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. ആദ്യം നമ്മൾ എന്താ പോസിട്രോണിനെ കുറിച്ച് പറഞ്ഞത്? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. രണ്ടാമത് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ്. ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ, അപ്പോൾ പോസിട്രോണിൻ്റെ ചാർജ് പോസിറ്റീവ്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. പോസിട്രോണിൻ്റെ സാന്നിധ്യം അഥവാ പ്രസൻസ് ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി PET ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ 2 എന്ന് പറയുന്ന ഐസോടോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോസിട്രോണിൻ്റെ സാന്നിധ്യത്തെ ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അഥവാ PET എന്ന ടെക്നിക്കൽ ഉപയോഗിക്കുകയാണ് ചെയ്യുക. പോസിട്രോൺ ഉൾപ്പെടെ ഉള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്. ഒന്നുകൂടി നോക്കാം.
പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് പോൾ ഡിറാക്. പ്രോട്ടോണിൻ്റെ തുല്യം മാസ്സുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോണുകൾ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ് അല്ലേ? അപ്പോൾ അതിൻ്റെ വിപരീതമായിട്ടുള്ള ചാർജ് നെഗറ്റീവ്. അപ്പോൾ ആൻറ്റി പ്രോട്ടോൺ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണെന്ന് ഓർക്കുക. പ്രോട്ടോൺ കണ്ടോട് പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കരുത്. ആൻറ്റി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. ആൻറ്റി പ്രോട്ടോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. എന്താണ് ആൻറ്റി പ്രോട്ടോൺ? പ്രോട്ടോണിന് തുല്യം മാസ്സുള്ളതും എന്നാൽ പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ. നമ്മൾ നേരത്തെ ഒരു പോസിട്രോൺ പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? പോസിറ്റീവ് ചാർജോട് കൂടിയ ഇലക്ട്രോണാണ് പോസിട്രോൺ. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ തുല്യം മാസ്സുള്ളതും ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളായിരുന്നു പോസിട്രോൺ. അതിൻ്റെ ആ ഒരു സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആൻറ്റി പ്രോട്ടോണും വരിക. ആൻറ്റി പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ വിപരീതം. പ്രോട്ടോണിൻ്റെ തുല്യം മാസ് തന്നെയാണ്, പക്ഷേ ചാർജ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. പോസിട്രോണും ആൻറ്റി പ്രോട്ടോണും ആ ഒരു കോൺസെപ്റ്റൊക്കെ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ പോൾ ഡിറാക് ആരായിരുന്നു അദ്ദേഹം? പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്. നമ്മൾ നേരത്തെ പഠിച്ചു ആറ്റത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്നും ഏറ്റവും ഭാരം കൂടിയ കണികയാണ് ന്യൂട്രോൺ എന്നും ഇത് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണെന്നും പറഞ്ഞു. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും. ഡിഫറൻസ് മനസ്സിലായോ? ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും. ന്യൂട്രിനോകളെക്കുറിച്ച് പ്രവചിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതാണ് വോൾഫ്ഗാങ് പൗളി. ന്യൂട്രിനോകളെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റാണ് വോൾഫ്ഗാങ് പൗളി. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ. എന്താ പേരിൽ തന്നെയുണ്ടല്ലോ. ഓക്കെ, ഇത്രയും ടോപ്പിക്ക് മനസ്സിലായോ? ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞൊരു 3 ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ചെറിയ ഭാഗമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.